മലയാള സിനിമയിൽ ബാലതാരമായി വന്ന് പിന്നീട് നായികാനായകന്മാരായി മാറിയ താരങ്ങളുടെ ലിസ്റ്റാണ് MMC ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്തിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ശാലിനി. തല അജിത്തിന്റെ ഭാര്യയും മലയാളത്തിന്റെ ക്യാമ്പസ് നായികയുമായ ശാലിനി വെള്ളിത്തിരയിൽ അരങ്ങേറ്റമിട്ടത് എന്റെ മാമാട്ടിക്കുട്ടിക്ക് എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ്. 1983 മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് ചിത്രം ശാലിനിക്ക് നേടിക്കൊടുത്തു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ കുട്ടിവേഷമിട്ട ശാലിനി 1990 ബ്രേക്ക് എടുത്തു. തിരിച്ചു വന്നത് 97 അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ്. പുതുമുഖ താരങ്ങളുടെ ചിത്രമായിട്ട് കൂടി ആ വർഷത്തെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് അനിയത്തിപ്രാവ് ചരിത്രമെഴുതി. ശാലിനി ക്യാമ്പസ് പെൺകുട്ടികളുടെ ഐക്കണുമായി. ഷാമിലി. ചേച്ചി ശാലിനി സ്റ്റേറ്റ് അവാർഡ് വിന്നറാണെങ്കിൽ ഷാമിലി എന്ന മലയാളികളുടെ മാളൂട്ടി നാഷണൽ അവാർഡ് വിന്നറാണ്. 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ബേബി ഷാമിലി നേടിയത് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡും 2 സംസ്ഥാന അവാർഡുമാണ്. 1989 വെറും 2 വയസ്സ് പ്രായമുള്ളപ്പോൾ രാജനടൈ എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ ഷാമിലി പിന്നീട് കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിനു ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്നു. 9 വർഷങ്ങൾക്ക് ശേഷം ഒയ് എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ഷാമിലി നായികയായി തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും താരത്തിന് ഒരു ബിഗ് ബ്രേക്ക് കിട്ടിയത് ഇപ്പോഴാണ്. ഒരു ധനുഷ് ചിത്രം ഉൾപ്പെടെ 2 തമിഴ് പ്രോജക്റ്റിൽ ഷാമിലി സൈൻ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഗീതു മോഹൻദാസ്. നായിക എന്നതിൽ ഉപരി ഗീതു മോഹൻദാസ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് സംവിധായികയുടെ തൊപ്പിയിലാണ്. 2013 ഗീതു എഴുതി സംവിധാനം ചെയ്ത ലയേഴ്സ് ഡയസ് എന്ന ചിത്രത്തിന് 2 ദേശീയ അവാർഡാണ് ലഭിച്ചത്. ഇതിനു പുറമെ ഓസ്കറിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ടും ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 ഇറങ്ങിയ 1 മുതൽ 0 വരെ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് ഗീതു ബാലതാരമായി എത്തുന്നത്. പിന്നീട് പഠനശേഷം 2ാം വരവും മറ്റൊരു മോഹൻലാൽ ചിത്രത്തിലൂടെ. 2000 ഇറങ്ങിയ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലൂടെയായിരുന്നു ഗീതുവിന്റെ കംബാക്ക്. കാവ്യ മാധവൻ. 1991 ഇറങ്ങിയ പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് കാവ്യ വെള്ളിത്തിരയിൽ എത്തുന്നത്. പിന്നീട് അഴകിയ രാവണൻ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ കുട്ടിവേഷത്തിലെത്തിയ കാവ്യ 99 ഇറങ്ങിയ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ദിലീപിന്റെ നായികയായി. കാവേരി. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിൽ അംബികയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച കൊച്ചു കാവേരിയെ ഓർമ്മ കാണുമല്ലോ. കാവേരിയുടെ ആദ്യ ചിത്രം അതിനു മുൻപത്തെ വർഷം ഇറങ്ങിയ അമ്മാമൻ കിളിയാണ്. അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുക്കാതെ ബാലതാരത്തിൽ നിന്നും അനിയത്തി കഥാപാത്രങ്ങളിലേക്ക് നീങ്ങി 90കളുടെ അവസാനത്തിൽ കാവേരി നായികയായി തിളങ്ങി. വിനീത് കുമാർ. കാവേരിയെ പോലെ ബാലതാരത്തിൽ നിന്നും നായകനിലേക്ക് ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ ആയിരുന്നു വിനീതിന്റെയും. ഒരു വടക്കൻ വീരഗാഥ എന്ന ആദ്യ ചിത്രം തന്നെ വിനീതിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നടനായിട്ടും സഹനടനായിട്ടും വിനീത് തിളങ്ങി. ഈ വർഷം ഇറങ്ങിയ അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തും കാലെടുത്ത് വെച്ചിരിക്കുകയാണ് വിനീത്. ജോമോൾ. വിനീതിനൊപ്പം ഒരു വടക്കൻ വീരഗാഥയിലൂടെയാണ് ജോമോളും സിനിമയിൽ എത്തുന്നത്. ചിത്രത്തിൽ ഉണ്ണിയാർച്ചയുടെ കുട്ടിക്കാലമാണ് ജോമോൾ അവതരിപ്പിച്ചത്. 1992 ബ്രേക്ക് എടുത്ത ശേഷം പിന്നീട് ജോമോൾ തിരിച്ചെത്തിയത് സ്നേഹം എന്ന ചിത്രത്തിലൂടെ ജയറാമിന്റെ നായികയായിട്ടാണ്. 98 ഇത്. ദിവ്യ ഉണ്ണി. പ്രമുഖ നടിയും ഡാൻസറുമായ ദിവ്യ ഉണ്ണി 1987 നീ എത്ര ധന്യ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തിയാണ് സിനിമയിൽ തുടക്കം കുറിച്ചത്. 1997 കല്യാണ സൗഗന്ധികം എന്ന ദിലീപ് ചിത്രമാണ് ദിവ്യയ്ക്ക് നായികാ പട്ടം നേടിക്കൊടുത്തത്. സുരേഷ് ഗോപി. 200ഓളം ചിത്രത്തിൽ അഭിനയിച്ച മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ തുടക്കവും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു. 1965 ഇറങ്ങിയ ഓടയിൽ നിന്നും എന്ന സത്യൻ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പിന്നീട് ഒരു യങ് ആക്ടറായി താരം തിരിച്ചെത്തുന്നത് മലയാള സിനിമയിൽ ക്യാമ്പസ് ചിത്രങ്ങളുടെ ട്രെൻഡ് തുടങ്ങിവെച്ച യുവജനോത്സവത്തിലൂടെയാണ്. സുമതി. 70കളിൽ മലയാള സിനിമയിലെ പ്രമുഖ ബാലതാരമായിരുന്നു ബേബി സുമതി. 30ഓളം ചിത്രങ്ങളിൽ ബാലതാരമായി സുമതി വേഷമിട്ടിട്ടുണ്ട്. 1969 ഇറങ്ങിയ നദിയാണ് സുമതിയുടെ ആദ്യ ചിത്രം. 1979 ഇറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന തമിഴ് സിനിമയിലൂടെയാണ് സുമതി പിന്നീട് നായികയായി തുടക്കമിട്ടത്. ശോഭന. 9ാമത്തെ വയസ്സിൽ മംഗളനായികി എന്ന തമിഴ് ചിത്രത്തിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ശോഭനയുടെ തുടക്കം. പക്ഷേ 13ാം വയസ്സിൽ തന്നെ കുട്ടിവേഷം ഉപേക്ഷിച്ച് ശോഭന നായികയായി എത്തി. 84 ഇറങ്ങിയ ഏപ്രിൽ 18 എന്ന ചിത്രത്തിലായിരുന്നു ഇത്. ഇന്ദ്രജിത്ത്. 1986 ഇറങ്ങിയ പടയാണി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചാണ് ഇന്ദ്രജിത്ത് സിനിമയിൽ തുടക്കമിട്ടത്. പിന്നീട് പഠനം പൂർത്തിയാക്കി 2002 ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ, മീശാമാധവൻ എന്നീ ചിത്രങ്ങളിൽ വില്ലനായി എത്തി. 2005 ഇറങ്ങിയ ദീപങ്ങൾ സാക്ഷി എന്ന ചിത്രത്തിലാണ് ഇന്ദ്രജിത്ത് മെയിൻ ഹീറോ ആയി ആദ്യം എത്തുന്നത്. ഉർവശി. മലയാളത്തിലും തമിഴിലും 9 സംസ്ഥാന അവാർഡ് വാരിക്കൂട്ടിയ ഉർവശിയുടെ തുടക്കവും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു. 1979 ഇറങ്ങിയ
കതിർ മണ്ഡപം എന്ന ചിത്രത്തിൽ ജയഭാരതിയുടെ മകളായിട്ടാണ് ഉർവശി ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. തുടരും ഉറവ് എന്ന തമിഴ് ചിത്രത്തിലാണ് ഉർവശിക്ക് നായികയായി അഭിനയിക്കാൻ അവസരം കിട്ടുന്നത്. കരൺ 70കളിലും 80കളുടെ തുടക്കത്തിലും മലയാള സിനിമയിൽ മാസ്റ്റർ രഘു എന്ന പേരിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച താരമാണ് കരൺ. രാജഹംസം, സ്വാമി അയ്യപ്പൻ, പ്രണയം എന്നീ ചിത്രങ്ങളിലെ പ്രകടനം കരണിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. 94-ൽ ഇറങ്ങിയ നമ്മവർ എന്ന ചിത്രത്തിൽ കമൽഹാസത്തിനൊപ്പമാണ് മാസ്റ്റർ രഘു കരൺ എന്ന യുവതാരമായി കംബാക്ക് നടത്തിയത്. സോണിയ തമിഴ് നടൻ ബോസ് വെങ്കട്ടിന്റെ ഭാര്യയും നടിയുമായ സോണിയെ ബേബി സോണിയ എന്ന ബാലതാരമായിട്ടായിരിക്കും മലയാളികൾക്ക് കൂടുതലും പരിചയം. മനു അങ്കിൾ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, നൊമ്പരത്തിപ്പൂവ്, ഉപ്പുകണ്ടൻ ബ്രദേഴ്സ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ബേബി സോണിയ വേഷമിട്ടിട്ടുണ്ട്. ബാലതാരമായി തുടങ്ങിയ താരം ഇപ്പോഴും മലയാളം, തമിഴ് സിനിമയിൽ സജീവമാണ്. 2015-ൽ ഇറങ്ങിയ എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ എന്ന ചിത്രത്തിലാണ് സോണിയ അവസാനമായി അഭിനയിച്ചത്. ഇവരെ പോലെ മലയാള സിനിമയിൽ ബാലതാരങ്ങളായി വന്ന് പിന്നീട് യുവതാരങ്ങളായി മാറിയ നടീനടന്മാരെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്താം.